ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് ജസ്റ്റ് ക്വിക്ക് എനർജി, നിങ്ങളുടെ എനർജി ചെക്ക് ചെയ്യാം ആൻഡ് ഗൈഡൻസ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഞാൻ ആക്ച്വലി തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ചെയ്യേണ്ടെന്ന് വിചാരിക്കും, പക്ഷെ എന്നാലും മനസ്സ് കേൾക്കില്ല. അപ്പം ഒരു ശീലമായി മാറി, എൻ്റെയും ഒരു എന്താ പറയുക ദിവസത്തിൻ്റെ റുട്ടീനിൽ പെട്ട ഒരു കാര്യം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ അപ്ഡേറ്റ്, ഓക്കെ, നിങ്ങളുടെ ഇന്നത്തെ എനർജി ആൻഡ് അതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഗൈഡൻസ് യൂണിവേഴ്സിന്. ഓക്കെ, ലെറ്റ്സ് സീ ഇന്നത്തെ എനർജി നിങ്ങൾക്ക് എന്താ പറയുന്ന യൂണിവേഴ്സ്. ഓക്കെ, ബൗണ്ടറീസ്, 9 of Wands, ഓക്കെ, Queen of Wands ആൻഡ് ദ Wheel of Fortune. നിങ്ങൾ ആരുടെ അടുത്തുനിന്നോ ഒന്ന് ബൗണ്ടറി വെക്കേണ്ടതുണ്ട്. ഓക്കെ, എനിക്കത് ഓൾറെഡി തോന്നിയതാണ്. എനിവേ, ഓക്കെ, നിങ്ങൾ ഒരുപാട് കെയറിങ് പേഴ്സൺ ആണ്. ഓക്കെ, നിങ്ങൾ ഇത് ഐ തിങ്ക് ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന കാര്യമാണ്, ഈ ചാനലിൽ അത് പറയേണ്ട കാര്യമില്ല. നിങ്ങളെല്ലാവരും ഒരുവിധം 90% ആൾക്കാർ നിങ്ങൾ ഈ എനർജിയിലുള്ള ആൾക്കാരായിരിക്കും. നിങ്ങൾ ഒരുപാട് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന വ്യക്തികളായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ടഫായിട്ടൊക്കെ നിങ്ങൾ ബിഹേവ് ചെയ്യുക, അതായത് ഒന്ന് ദേഷ്യത്തിലോ നിങ്ങൾക്ക് അപ്സെറ്റ് ആയിട്ടോ ഇറിറ്റേറ്റോ ഒക്കെ ആവും, നിങ്ങൾ ഇല്ല എന്നല്ല. പക്ഷേ എവിടെയോ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്, വളരെ ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാനാണ് എപ്പോഴും ശ്രമിക്കാറ്. ഓക്കെ, മാക്സിമം നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ സാധിക്കുമോ അതെല്ലാം നിങ്ങൾ മറ്റുള്ളവർക്ക് ഐ തിങ്ക് എല്ലാ തരത്തിലും നിങ്ങൾ കൊടുക്കാറുണ്ട്, ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഹെൽപ്പ് ആയാലും ശരി, എന്തൊക്കെ കാര്യങ്ങളായാലും ശരി. ഓക്കെ, ഇവിടെ പക്ഷെ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഒരു ബൗണ്ടറി വെക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ മെയിനായിട്ട് 2 തരത്തിൽ പറയാം ഞാൻ. ഒന്ന്, നിങ്ങൾക്ക് ഒരു പേഴ്സണെ സൂക്ഷിക്കണം എന്ന രീതിയിൽ എനിക്ക് കാണുന്നുണ്ട്. കാരണം ഇത് 2 കാർഡ്സ് വന്നുകൊണ്ട് ക്ലാരിഫിക്കേഷൻ വന്നുകൊണ്ട് നിങ്ങൾക്ക് ആരോടെങ്കിലും എവിടെയെങ്കിലും കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ആരെങ്കിലും നിങ്ങളെ പറ്റി ഗോസിപ്പ് പറയുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും കോമ്പറ്റീഷൻ എന്തെങ്കിലും ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുക. ആ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അനാവശ്യമായിട്ട് നിങ്ങളുടെ കാര്യത്തിൽ ആരെങ്കിലും ഇടപെടുക, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ എങ്ങനെ ഇപ്പം നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതൊരു വ്യക്തിയാണ് എനിക്ക് തോന്നുന്നത്. ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ആ പേഴ്സണിൽ നിന്ന് നിങ്ങളൊന്ന് മാറി നിൽക്കേണ്ടതുണ്ട്. ഓക്കെ, അതായത് അവരോട് ഫൈറ്റ് ചെയ്യാൻ പോവാതിരിക്കുക എന്നാണ് കാണുന്നത് എനിക്ക്. ഓക്കെ, അവരോട് ഫൈറ്റ് ചെയ്യാൻ പോവാതിരിക്കുക. അവരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളെ ബോദർ ചെയ്യാൻ വിടണ്ട. ഓക്കെ, നിങ്ങൾ അവനവനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുക എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ ഒന്നിനും പോകണ്ട. ഓക്കെ, നിങ്ങൾ ആരോടൊന്നും പറയാൻ പോകണ്ട. നിങ്ങളുടെ ഒരു ക്വീൻ ഓഫ് വാൻസ് എനർജി കാണുന്നുണ്ട് എനിക്ക്. നിങ്ങൾ അവനവനെ സൂക്ഷിക്കുക. ഓക്കെ, അവനവനെ പ്രൊട്ടക്ട് ചെയ്ത് നിങ്ങൾ നിൽക്കുക. നിങ്ങളുടെ കാര്യം മാത്രം നിങ്ങൾ നോക്കുക. ഓക്കെ, മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് നിങ്ങൾ കേൾക്കാൻ പോകണ്ട. ആരെങ്കിലും നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലും ശരി, ചെയ്താലും ശരി, നിങ്ങൾ ഒരു ബൗണ്ടറി വെക്കണം. ഐ തിങ്ക് നമ്മൾ പറയില്ലേ, ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് എപ്പോഴും വന്ന് ഇങ്ങനെ സംസാരിച്ച് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ ഫ്രസ്ട്രേറ്റ് ആയി പോകുന്നുണ്ടാവും, നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടാവും ആ പേഴ്സണിനോട്. അവർ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്നൊക്കെ നിങ്ങൾ ആ പേഴ്സണിൽ നിന്നൊന്നും മാറി നിൽക്കണം എന്നുള്ള ഒരു വാർണിംഗ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ബൗണ്ടറി വെക്കുക. ഓക്കെ, എവിടെയാണ് ബൗണ്ടറി വെക്കേണ്ടത് എന്ന് നിങ്ങൾ പഠിക്കുക. മറ്റുള്ളവരെ നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം അലോ ചെയ്യണം എന്നുള്ളൊരു കാര്യം നിങ്ങൾ പഠിക്കാനുണ്ട്. ആ ലെസൺ അതായത് നിങ്ങളത് മനസ്സിലാക്കി അവരുടെ നിന്ന് മാറി നിൽക്കുക എന്ന രീതിയിലാണ് ഒരു കാര്യം എനിക്ക് കാണുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഉള്ള ഗ്രോത്ത് നിങ്ങൾക്ക് വന്നോളും. ഓക്കെ, നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ ഭാഗത്തുണ്ട്, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് ഉള്ള ഗ്രോത്ത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നോളും. ഓക്കെ, മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് നിങ്ങൾ ബോദർ ചെയ്യാതിരിക്കുക, അതിനെക്കുറിച്ച് അങ്ങോട്ട് വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, നിങ്ങൾ കേൾക്കാൻ പോകണ്ട മാക്സിമം. അല്ല, കേൾക്കേണ്ടി വരുന്നുണ്ട്, സ്ഥിരമായിട്ട് നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരിടുന്ന ഒരു ബൗണ്ടറി വെച്ച്, ഒരു അകലം വെച്ച് നിങ്ങൾ മാറി നിൽക്കാം. ഓക്കെ, നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ട നല്ലതെല്ലാം യൂണിവേഴ്സ് തന്നെ തന്നോളും. ഓക്കെ, ആൻഡ് ഇവിടെ വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ അവനവൻ്റെ ഗ്രോത്തിനെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യേണ്ട എന്ന രീതിയിലും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഇതുവരെ നിങ്ങൾക്ക് സ്റ്റക്കായി നിന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മറ്റുള്ളവരെ കാരണം അത് നിങ്ങൾ സ്വയം ചെയ്യുന്നതല്ല, മറ്റുള്ളവരെ വാക്ക് കേട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ഗ്രോത്ത് നിങ്ങളെ സ്വയം തടസ്സപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിലും ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നിങ്ങളുടെ ഒരു ഗ്രോത്ത് വരും എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ ഒരു അബണ്ടൻസ് വരുന്നതായിട്ടും നിങ്ങൾക്ക് ഐഡിയാസ് ഉള്ളതായിട്ടും നിങ്ങൾ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നടക്കും. നിങ്ങൾ എന്തെങ്കിലും വെയിറ്റ് ചെയ്ത കാര്യങ്ങൾ, ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വരും എന്ന രീതിയിൽ കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് മറ്റുള്ളവരെ ഇഗ്നോർ ചെയ്ത് വിട്ടേക്കാം. ഓക്കെ, അവരുമായിട്ട് നിങ്ങൾ അനാവശ്യമായ നിങ്ങളൊന്നും പറഞ്ഞ് പ്രൂവ് ചെയ്യാൻ പോകേണ്ട കാര്യമില്ല, അങ്ങനെ മനസ്സിലാക്കാം. ഓക്കെ, നിങ്ങൾ ആരോടും ഒന്നും പറഞ്ഞ് പ്രൂവ് ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. ഓക്കെ, അവരെന്തോ ആയിക്കോട്ടെ. സോറി, ഒരു കാർഡ് കൂടി എനിക്ക് എടുക്കാൻ തോന്നുന്നുണ്ട്, നോക്കട്ടെ കിട്ടുന്നതിനനുസരിച്ച്. ലെറ്റ്സ് സീ ഒരു ക്ലാരിഫിക്കേഷൻ.
ബാലൻസ് ചെയ്യാം, നിങ്ങൾ വിട്ടുകളഞ്ഞിക്കാം. നിങ്ങൾ അവരെക്കുറിച്ച് ബോധർ ചെയ്യാൻ പോകണ്ട. ഓക്കെ, നിങ്ങൾ അവനവൻ്റെ കാര്യം മാത്രം നോക്കുക. നിങ്ങളൊരു കോംപ്രമൈസിൽ നിങ്ങൾ എന്താ പറയുക, ആരോടും എതിർത്തു ഒന്നും പറയണ്ട, എന്നാലോട്ട് ഒരുപാട് അവരോട് അടുക്കാനും പോകണ്ട, ആ രീതിയിൽ. ഓക്കെ, നിങ്ങളുടെ ഗ്രോത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. നിങ്ങളുടെ ഗ്രോത്തിനെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അത് മനസ്സിലാക്കുക. അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കേണ്ടതുണ്ട്. നിങ്ങൾ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളായിരിക്കാം, ആരെങ്കിലും നിങ്ങളെ നെഗറ്റീവായിട്ട് പല കാര്യങ്ങളും നിങ്ങൾ ജസ്റ്റ് നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് ചിലവർ നെഗറ്റീവ് പറഞ്ഞ് നിങ്ങളെ എന്താ പറയുക പിന്നോട്ട് വലിക്കും അല്ലേ, അങ്ങനത്തെ ആൾക്കാരായിരിക്കാം. എന്തെങ്കിലും കാര്യങ്ങൾ ഓക്കെ, എന്തെങ്കിലും ഒരു തരത്തിൽ നിങ്ങളെ ബോധർ ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ ചില കാര്യങ്ങളിൽ ചില സമയത്ത് നമ്മൾ ഇടപെടാൻ പോകരുത് എന്ന് പറയും. അതായത് തിരിച്ചൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ചില ഫൈറ്റ്സ് വി ഷുഡ് ചൂസ് അവർ ഫൈറ്റ്സ് എന്ന് പറയും. എവിടെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് നമ്മൾ മാറി നിൽക്കേണ്ടത് എന്ന് പഠിക്കണം എന്ന് പറയും. ഇത് അങ്ങനെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് ഇവിടെ വരുന്നത്. നിങ്ങൾ അകൽച്ച വെക്കാനുണ്ട്. ഓക്കെ, ആൻഡ് അത് മാത്രമല്ല, നിങ്ങൾ അവനവനെ പക്ഷെ തടസ്സപ്പെടുത്തുകയും ചെയ്യേണ്ട. നിങ്ങളുടെ ഗ്രോത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങളുടെ സ്വന്തം കാര്യത്തിലേക്ക് നിങ്ങൾ ബാലൻസ് ചെയ്ത്. നിങ്ങളുടെ ഇമോഷൻ കൂടുതൽ വരണ്ട. എന്താണെന്ന് വെച്ചാൽ ആ പേഴ്സൺ പറയുന്നത് ചിലപ്പോൾ ആ പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു ആരോ ആയിക്കോട്ടെ, ഫാമിലി മെമ്പറോ വർക്ക് പ്ലേസിലോ എവിടെയായാലും എനിക്ക് ആരെങ്കിലും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ബോധർ ചെയ്യാൻ വിടരുത്. ഓക്കെ, നിങ്ങൾ അവനവനെ ഒരുപാട് ഓവർ ഇമോഷണൽ ആക്കാൻ വിടണ്ട. ഓക്കെ, നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കി നിങ്ങൾ അവനവനെ ഒരു ഇതിൽ കൊണ്ടുപോകാം. ഓക്കെ, ആൻഡ് ലക്ക് നിങ്ങളുടെ ഭാഗത്തുണ്ട് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ വേണ്ടാത്തിൽ നിന്നൊക്കെ നിങ്ങൾ ഒഴിഞ്ഞു മാറിപ്പോവാം മിണ്ടാതെ. ഓക്കെ, അവരായ ഒരു പാടായി എന്ന് പറഞ്ഞ് വിടാം. ആരും പറയുന്നത് നിങ്ങളെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ശരി, നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ ആർക്കും അതെടുത്ത് മാറ്റാനൊന്നും സാധിക്കില്ല. ഓക്കെ, നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്കുണ്ട്, അത് തിരിച്ചറിയാം നിങ്ങൾ. ഓക്കെ, ലെറ്റ്സ് സീ, കുറച്ച് അഡ്വൈസ് കൂടി എടുത്തേക്കാം. എക്സ്ചേഞ്ച്. ഓക്കെ, എക്സ്ചേഞ്ച് എനർജി ടു ക്രിയേറ്റ് അബണ്ടൻസ്. യെസ്. ഓക്കെ, ലവ് ആൻഡ് ലെറ്റ് യുവർ സെൽഫ് ബി ലവ്ഡ്. ടേക്ക് കെയർ ഓഫ് യുവർ നീഡ്സ്. ഞാൻ എന്താ പറഞ്ഞത്? ഓക്കെ, അവനവനെ കെയർ ചെയ്യാം. ഹോൾഡ് യുവർ സ്പേസ്. പെർഫെക്റ്റ്. Hold your space. Trust in the higher forces. Okay. Transform and unveil your gifts. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ കയ്യിൽ കഴിവുകളുണ്ട്. ഓക്കെ, നിങ്ങളുടെ ചില കഴിവ് അത് നിങ്ങൾ ആർക്കും വേണ്ടി ഓക്കെ നിങ്ങൾ അതിനെ തടഞ്ഞു വെക്കേണ്ട കാര്യമില്ല. ആരോ എന്തോ പറഞ്ഞോട്ടെ, ആരുടെ ഒപ്പീനിയൻ നിങ്ങൾക്ക് മാറ്റർ ആവേണ്ട കാര്യമില്ല. ഓക്കെ, നിങ്ങളുടെ ഗിഫ്റ്റ്സ് ഓക്കെ, അത് നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ യുണീക്ക് ആയിട്ടുള്ള നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ ടാലൻസ്, നിങ്ങളുടെ എന്തിന് ടാലൻറ്റും കാര്യങ്ങളൊക്കെ പോട്ടെ, നിങ്ങൾ എന്താണ് ഓക്കെ, ആ ഒരു നിങ്ങൾ അവനവനെ എങ്ങനെയാണോ നിങ്ങൾ അങ്ങനെ തന്നെ നിൽക്കാം. ഓക്കെ, അതന്നെ അങ്ങനെ ചെയ്യണം നിങ്ങൾ എല്ലാവരെയും മുമ്പിൽ. ആരെയും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. ഹോൾഡ് യുവർ സ്പേസ്. ഹോൾഡ് ദ സ്പേസ്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങളോട് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ബൗണ്ടറി വെക്കുക എന്ന് പറഞ്ഞില്ലേ. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ഒരു സ്ഥാനമുണ്ട്, അതൊരിക്കലും നിങ്ങൾ മറക്കണ്ട, നിങ്ങൾ വിട്ടു കൊടുക്കുകയും വേണ്ട. ഓക്കെ, എന്ന് വെച്ചാൽ പക്ഷെ നമ്മൾ ആരോടും ചില സമയത്തുണ്ടല്ലോ സൈലൻസ് തന്നെ ഭയങ്കരമാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഒരു സന്യാസി പോലെ അല്ലേ, ആ ഒരു സൈലൻസിലാണ് അവരല്ലാതെ ലൈക്ക് നമ്മൾ മറ്റുള്ളവരോട് തർക്കിച്ച് ജയിക്കുകയല്ല. അവിടെ നമ്മുടെ സൈലൻസ്, നമ്മുടെ പ്രസൻസ് ഫീൽ ചെയ്യണം മറ്റുള്ളവർ. ഓക്കെ, സൈലൻ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്ന രീതിക്ക്. ഓക്കെ, നിങ്ങൾക്കുള്ളൊരു സ്ഥാനമുണ്ട്, അതാർക്കും വേണ്ടി വിട്ടുകൊടുക്കണ്ട എന്നാണ് പറയുന്നത്. ട്രസ്റ്റ് ഇൻ ഹയർ ഫോഴ്സസ്. യെസ്, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു ലക്കിൻ്റെ കാര്യം. നിങ്ങളുടെ കഴിവുകൾ ഓക്കെ നിങ്ങൾക്ക് ഐ തിങ്ക് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് അതിനെക്കൊണ്ടൊരു എന്താ പറയുക മണി അബണ്ടൻസ് വരാനുള്ള സാധ്യതയാണ്. അത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കത് മണി ഏണിങ് വഴികൾ കൂടി തുറന്നു കിട്ടും. ഓക്കെ, ആൻഡ് ഇവിടെ ഹാർട്ട് ഗാർഡിയൻ. ലവ് ആൻഡ് ലെറ്റ് യുവർ സെൽഫ് ബി ലൗഡ്. ഓക്കെ, നിങ്ങൾ അവനവനെ ഇപ്പോൾ ആരെങ്കിലും പേടിച്ച് നിങ്ങളെ ഹാർട്ടൊക്കെ ബ്ലോക്കായി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഓക്കെ, ബൗണ്ടറി അവനവനെ തടഞ്ഞു വെക്കേണ്ട എന്നും പറഞ്ഞു. അത് മാത്രമല്ല, ചില സമയത്ത് നമ്മൾ ഈ മറ്റുള്ളവരെ പേടിച്ചിട്ട് മറ്റുള്ളവരെ പേടിച്ച് ശരിക്കും നമുക്ക് ഒന്ന് സ്നേഹിക്കാൻ പോലും പേടിയാണ് എന്ന് പറഞ്ഞ പോലെ ആയിപ്പോവും. പക്ഷെ ഇവിടെ ഹാർട്ട് ഓപ്പൺ ആക്കി വെക്കുക. ചിലവർ നമുക്ക് നല്ലതല്ലാത്ത ഉണ്ടാവും, അവരുടെ അടുത്ത് ബൗണ്ടറി വെക്കും വേണം. പക്ഷെ എന്ന് വെച്ച് നമ്മൾ അവനവനെ ഒരുപാട് റെസ്ട്രിക്ട് ചെയ്യാനും പാടില്ല. ഓക്കെ, അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരും. ഓക്കെ, വിന്റർ ടേക്ക് കെയർ ഓഫ് യുവർ നീഡ്സ്. നിങ്ങൾ അവനവനെ കെയർ ചെയ്യുക. ഓക്കെ, അവനവനെ കെയർ ചെയ്യുക, അവനവൻ്റെ കാര്യങ്ങൾ നോക്കുക, അവനവൻ്റെ ഗ്രോത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കുക. ഓക്കെ, ഈ ഒരു കാര്യം എനിക്ക് കുറച്ചുകൂടി പറയണം തോന്നി. ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ളവർ എന്ത് പറയും, മറ്റുള്ളവർ എന്ത് ചെയ്യും എന്ന് പേടിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സ്നേഹം പോലും നിങ്ങൾ സ്വീകരിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കഴിയില്ല. ഓക്കെ, പക്ഷെ ആരാണ് നിങ്ങളെ കൂടെ ഉള്ളത്, ആരാണ് ഇല്ലാത്തത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവർ ഇപ്പം ചിലവർ യെസ് നമ്മളെ വേദനിപ്പിക്കും, അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തിയേക്കാം. ഓക്കെ, സ്നേഹിക്കുന്ന വ്യക്തികൾ ഉണ്ടാവും, അവർക്ക് വേണ്ടി നിങ്ങളുടെ ഹാർട്ട് ഓപ്പൺ ആക്കിയും വെക്കണം. ഓക്കെ, അത് സ്വീകരിക്കാനും നിങ്ങൾക്ക് കഴിയണം. ഓക്കെ, അതൊക്കെ കുറേ പഠിക്കാനുണ്ട് നിങ്ങൾ. എനിവേ, നിങ്ങൾ അവനവൻ്റെ കാര്യം നോക്കുക, നിങ്ങൾക്ക് ഗ്രോത്ത് വരുന്നുണ്ട്, അബണ്ടൻസ് വരുന്നുണ്ട്. ഓക്കെ, സോ ബി പോസിറ്റീവ്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.